നമസ്കാരം. നമ്മളോട് ഒരുപാട് പേര് വരുന്നൊരു ചോദ്യമാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ജോലി കിട്ടിയ കുട്ടികളാവാം, അല്ലെങ്കിൽ ആ കുട്ടികളുടെ പാരൻസ് ആവാം. അവർ ചോദിക്കുന്നൊരു ചോദ്യം, കുട്ടിക്ക് ജോലി കിട്ടിയിട്ട് ഇപ്പോൾ ഒരു 3 മാസമായി അല്ലെങ്കിൽ 2 മാസമായി, എങ്ങനെയാണ് അവരുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് കൃത്യമായി ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ശരിക്കും ഈ ഒരു ചോദ്യം വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ, പണ്ടത്തെ കാലത്ത് ആൾക്കാർക്ക് ഇല്ലാത്തതും അല്ലെങ്കിൽ വലിയ രീതിയിൽ അതിനെപ്പറ്റി ചിന്തിക്കാത്തതും ഇന്നത്തെ ആൾക്കാരെ കൃത്യമായി ചിന്തിക്കുന്നതുമാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്നുള്ളത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം ആൾക്കാർക്ക് ഒരുപാട് കാലത്തിന് ശേഷം, അതായത് 50-60 വയസ്സിന് ശേഷമല്ല റിട്ടയർമെൻറ്റ് എന്ന് തിരിച്ചറിയുന്ന ഒരു കാലത്തിലേക്ക് നമ്മുടെ യുവതലമുറ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ജോലി കിട്ടിയാൽ പേ യുവർ സെൽഫ് ഫസ്റ്റ് എന്ന് പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ വേറെ പല കാര്യങ്ങൾക്കും വേണ്ടി ചെയ്യുന്നുണ്ടാവാം, പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു 20% നിങ്ങളുടെ നിലവിലുള്ള വരുമാനത്തിൻ്റെ 20% എങ്കിലും നിങ്ങളൊരു ലോങ് ടേം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, പല ആൾക്കാരുടെയും അടുത്ത വലിയൊരു പ്രശ്നമാണ്, കുറച്ച് കാലത്തിന് ശേഷം തുടങ്ങിയാൽ പോരെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു 3-4 മാസം അല്ലെങ്കിൽ ഒരു വർഷം, 1.5 വർഷം, 2 വർഷമൊക്കെ നല്ല രീതിയിൽ നമ്മളൊന്ന് അടിച്ചു പൊളിക്കട്ടെ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ അടിച്ചു പൊളിച്ചോളൂ, അതൊക്കെ ചെയ്തോളൂ. പക്ഷേ നിങ്ങളുടെ ശമ്പളം ഫസ്റ്റ് മാസത്തെ കിട്ടുമ്പോൾ മുതൽ നിങ്ങൾ കൃത്യമായൊരു സേവിങ്സിലേക്ക് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഫ്യൂച്ചറിൽ വരാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെ ഒന്ന് നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, എല്ലാം ചെലവഴിച്ച ശേഷം ബാക്കിയുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സേവ് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതി മാറ്റിയിട്ട് നമ്മൾ ഇന്ന് കയ്യിലുള്ളത് സേവ് ചെയ്ത ശേഷം മാത്രം ബാക്കി ചിലവാക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് തുടക്കത്തിലേ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പിച്ച് പറയാം, നിങ്ങൾ ഭാവിയിൽ ഒരിക്കലും കടത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ ക്രൈസിസിലോ പോയിട്ട് പെടാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. ഇനി അടുത്തൊരു കാര്യമാണ്, നമുക്കറിയാം, ഒരു 1000 രൂപയൊക്കെ സേവ് ചെയ്ത് എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നേരത്തെ ചെയ്യുന്ന 1000 രൂപക്ക് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് നിങ്ങളുടെ റിട്ടേൺസിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും പവർ ഓഫ് കോമ്പൗണ്ടിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ 1000 രൂപക്ക് പോലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് കാലം കൊണ്ട് കഴിയുന്നുണ്ടാവും. ഇനി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളിൽ തുടക്കം മുതൽ ഒരു കണക്ക് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതായത് എന്ത് ചിലവാക്കുന്നു, അതെങ്ങനെ ചിലവാക്കുന്നു, നിങ്ങൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റിന് റിട്ടേൺസ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, നിങ്ങളൊരു എക്സ്പെൻസ് മന്ത്ലി എത്രയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുന്നത് എപ്പോഴും നല്ലൊരു കാര്യമായിട്ടാണ് നമുക്ക് പറയാനുള്ളത്. അടുത്തതായിട്ട് നമ്മുടെ കാശ് എവിടെയാണ് ലീക്ക് ചെയ്ത് പോകുന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് നോക്കുക. ഇന്നത്തെ കാലത്ത് ചെറുപ്പത്തിൽ ജോലി കിട്ടിയ ഉടനെയുള്ള കുട്ടികളിലൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് ഫുഡ് ഡെലിവറി പോലെയുള്ള സംഭവങ്ങളിലാണ്. അതായത് കുട്ടികൾക്ക് കണ്ടമാനം ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളിൽ നമുക്ക് നമ്മുടെ വലിയൊരു പണം മാറിപ്പോകുന്നുണ്ടാവാം. ഓൺലൈൻ ഷോപ്പിങ്ങുകൾ, നമുക്ക് ഇഷ്ടമുള്ള സാധനം നമ്മുടെ വീട്ടിൽ ഡോർ സ്റ്റെപ്സിൽ എത്തുന്ന തരത്തിലുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. സോ അതിലൊക്കെ നമ്മുടെ കാശ് കണ്ടമാനം നമ്മളറിയാതെ മുന്നോട്ട് കടന്നു പോകുന്നുണ്ടാവാം. ഇനി അതുപോലെ തന്നെ ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻസ്, കണ്ടമാനം ചാനലുകൾ നമുക്ക് OTT പോലെയുള്ള പ്ലാറ്റ്ഫോംസൊക്കെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു കാര്യമാണ് ബിൽഡ് ആൻ എമർജൻസി ഫണ്ട്. നമ്മളെല്ലാ പ്രായത്തിലുള്ളവരോടും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഇന്ന് നിങ്ങളുടെ എമർജൻസി ഫണ്ട് സൂക്ഷിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ ജോലിക്ക് എന്തെങ്കിലും ഒരു കഷ്ടത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവുന്ന ഒരവസ്ഥയിലേക്ക് മാറും. സോ ജോലി കിട്ടിയ ഉടനെ തന്നെ ആ എമർജൻസി ഫണ്ടിൻ്റെ പ്രിപ്പറേഷൻ പതിയെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തൊരു കാര്യമാണ് ഏറ്റവും പരമപ്രധാനം, ജോലി കിട്ടിയ ഉടനെ തന്നെ നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അതിനുള്ളിൽ തന്നെ പറ്റുമെങ്കിൽ അവരെല്ലാവരും ഉൾക്കൊള്ളിക്കുന്ന തരത്തിലുള്ള ഫ്ലോട്ടർ പ്ലാൻസുകൾ നിങ്ങൾ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ സ്വന്തമായിട്ടെങ്കിലും നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും കൊണ്ടുപോവുക. നിങ്ങൾക്ക് ഡിപ്പെൻഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോണുകളുണ്ട്, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസ ലോൺ പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു ടേം ഇൻഷുറൻസ് കൂടി സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ചെറുപ്പത്തിലെടുത്താൽ ഇതിന് പ്രീമിയം വളരെ കുറവായിരിക്കും. നമ്മൾ ഏറ്റവും നേരത്തെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. കാരണം പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എപ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ഡേ എന്ന് ചോദിക്കാറുണ്ട്. ദ ബെസ്റ്റ് ഡേ വാസ് യെസ്റ്റർഡേ എന്ന് മാത്രമേ മറുപടിയുള്ളൂ. അതായത് ഇന്നലെ ആയിരുന്നു നിങ്ങളുടെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയം, ആൻഡ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഡേ ഈസ് ടുഡേ.
അതായത് അല്ലെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾക്ക് ഇന്നാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. സോ ഏറ്റവും നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം തന്നെ അവിടെ നോക്കുക. നിങ്ങളുടെ എക്സ്പെൻസിനെ നിങ്ങൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് മാക്സിമം നോക്കുക. അതിലേറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ പോലെയുള്ള സംഭവങ്ങൾ. ക്രെഡിറ്റ് കാർഡ്, അൺവാണ്ടഡ് EMIs അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം ഇതൊക്കെ പറയുമ്പോൾ പണ്ട് സ്കൂളിൽ നമ്മളോട് താല്പര്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറയുന്ന കണക്ക് മാഷ പോലെയൊന്നും തോന്നരുത്. കാരണം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാത്ത ഒരുപാട് പ്രശ്നങ്ങളിൽ വന്നുപെട്ട ആൾക്കാർ ഒരുപാട് കാലം, കാരണം കല്യാണത്തിന് ശേഷവും ഒരുപാട് വർഷം സമയമെടുത്തിട്ടായിരിക്കാം ചിലപ്പോൾ ആ പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടാവുക. സോ നേരത്തെ തുടങ്ങുക, മാക്സിമം ആവശ്യമില്ലാത്ത കടങ്ങൾ ഒഴിവാക്കുക, ക്രെഡിറ്റ് കാർഡുകൾ ഒഴിവാക്കുക. അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകളിൽ നമ്മൾ ക്രെഡിറ്റ് യൂസ് ചെയ്താൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് കൺവീനിയൻസ് മാത്രമാണ് തരുന്നത്, അവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സാമ്പത്തിക ലാഭമല്ല തരുന്നത്. അതായത് മിനിമം എമൗണ്ട് അടക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള തിരിച്ചടവ് നിങ്ങൾ ഒഴിവാക്കുക. മിനിമം എമൗണ്ട് അല്ല നമ്മൾ അടക്കേണ്ടത്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ കടം തന്നെയാണ്. ഒരു മാസം കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന കടം മാത്രമേ നമ്മൾ ക്രെഡിറ്റ് കാർഡിലൂടെ എടുക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ കൃത്യമായി ചിന്തിക്കുക. കൃത്യമായ അടവുകൾ തെറ്റിയാൽ ക്രെഡിറ്റ് കാർഡ് നിങ്ങളെ കടക്കാരനാക്കും എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിൽ നമ്മൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അടുത്ത ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ് നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യുക. അത് ഷോർട്ട് ടേം ഗോൾ എന്താണ്, ലോങ് ടേം ഗോൾ എന്താണ്, മിഡ് ടേം ഗോൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്യുക. 2-3 വർഷത്തിനുള്ളിൽ ലോൺ ഇല്ലാതെ ഒരു ബൈക്ക് വാങ്ങുക എന്നുള്ളതാണ് നിങ്ങളുടെ ഷോർട്ട് ടേം ഗോളെങ്കിൽ, ഒരു കല്യാണശേഷം നമുക്ക് നല്ലൊരു ടൂർ പോകാമെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ലോകത്തിൽ ഒരു യൂറോപ്യൻ ട്രിപ്പൊക്കെയാണ് നിങ്ങളുടെ മിഡ് ടേം ഗോളെങ്കിൽ, ഒരു നല്ലൊരു വീട് അല്ലെങ്കിൽ നല്ലൊരു വണ്ടി അല്ലെങ്കിൽ ലൈഫിൻ്റെ ഒരു നല്ലൊരു റിട്ടയർമെൻറ്റ് പ്ലാനിങ്, ഇതൊക്കെ ആയിരിക്കണം നിങ്ങളുടെ ലോങ് ടേം ഗോളിൽ ഉണ്ടാവേണ്ടത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജോലി കിട്ടിയതാണെങ്കിലും എത്രയോ കാലമായി സേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് കാലതാമസമൊന്നും വേണ്ടി വരില്ല. സോ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക്